കടയിൽ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ മാങ്ങ അച്ചാർ വീട്ടിൽ തയ്യാറാക്കാം. നിങ്ങളുടെ അച്ചാർ ഇങ്ങനെ ചെയ്താൽ നെക്സ്റ്റ് ലെവൽ ടേസ്റ്റാണ്. അച്ചാറിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇതാണ്, മിസ് ചെയ്യരുത്. ഇതറിയില്ലെങ്കിൽ നിങ്ങളുടെ അച്ചാർ പെർഫെക്റ്റ് ആകില്ല. ആദ്യം നമുക്ക് മാങ്ങ അച്ചാർ ഇടുന്നതിൻ്റെ തലേ ദിവസം അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വെക്കണം. പിറ്റേന്ന് ഒരു ദിവസം മുഴുവൻ വെയിലത്ത് വെച്ച് ഉണക്കണം. വർഷം മുഴുവൻ സൂക്ഷിക്കാനുള്ള നാടൻ ഉണങ്ങിയ മാങ്ങ അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിൽ വെച്ച് മാങ്ങ പൂർണ്ണമായും ഉണക്കണം. നനവില്ലെങ്കിൽ അച്ചാർ നന്നായി നിൽക്കും. പിന്നെ അച്ചാർ പ്രേമികളുള്ള വീടുകളിൽ ഒരു വർഷം പോയിട്ട് ഒരു മാസം പോലും ഈ അച്ചാർ നിൽക്കില്ല, പെട്ടെന്ന് കാലിയാകും. അത്രക്കും ടേസ്റ്റാണ് ഈ അച്ചാർ. മാങ്ങയൊക്കെ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. ഉലുവയും കടുകും വറുത്തതാണിത്. ഇത് പൊടിച്ചെടുക്കണം. ചട്ടി ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം കായമാണ് അതിലിട്ടേക്കുന്നത്. അത് വറുത്തെടുക്കണം. അച്ചാറിടാൻ അമ്മ റെഡിയായി നിൽക്കുന്നുണ്ട്. അമ്മയ്ക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആരിഷിൻ്റെ കൂട്ടുകാരിയുണ്ട് നോറ. അവൾ അച്ചാറിടുന്നേ നോക്കിയിരിക്കുന്നുണ്ട് അവിടെ. അവൾക്കും ഒരു കഷ്ണം മാങ്ങ എടുത്തു കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അവൾ. വേറെങ്ങനെ തിന്നാനും നല്ലതാണത്. ഇനി എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. അമ്മ കൈയളവിലാണ് കടുകിട്ട് കൊടുത്തേക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ കാണും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയുടെ അളവൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ഒരു വലിയ വെളുത്തുള്ളി മൊത്തത്തിലെടുത്തതാണ്. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കരിയുന്നത് കൊണ്ടാണ് അമ്മ ചട്ടി പുറത്തെടുത്ത് വെച്ചത്. മുളക് പൊടി ഒരു 6 ടീസ്പൂൺ വരെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി അടുപ്പിലെ ചെറിയ തീയിൽ വെച്ച് പൊടി ചൂടാക്കിയെടുക്കാം. അടുപ്പിലായതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ മാത്രമേ പൊടി വറുത്തെടുക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച കടുകും ഉലുവയും പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് പൊടിക്കാൻ പോയ നേരത്ത് അമ്മ മാങ്ങയൊക്കെ ചട്ടിയിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് ആ പൊടിച്ചെടുത്ത സാധനങ്ങൾ കൂടെ ചേർക്കാം. വെള്ളം തീരെ ഒട്ടും വെള്ളമില്ലെന്ന് പറയണേ. ഇന്നലത്തെ വെള്ളം ചാറിന് വരെ നമ്മൾ ആ ഉപ്പ് വെള്ളം ഉപയോഗിക്കുന്നത്. ഒഴിക്കട്ടെ അല്ലേ? കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഉപ്പ് കൂടിപ്പോയി. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മാങ്ങയും കൂടി ഉണ്ടേനും ഇടാൻ ബാക്കി. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിന്നോ നോക്ക് രുചി. ഉപ്പുണ്ടോ? കൂടുതലുണ്ടോ?
തട്ടി പൊത്തി വെക്കണം. അപ്പോൾ എണ്ണ ഊറി വരും. ഇങ്ങനെ തട്ടി പൊത്തി വെക്കണം. ഇതാ. ഇപ്പോൾ എണ്ണ ഊറി വരും. കൂട്ടണമെങ്കിൽ ഇപ്പോഴൊന്നും കൂട്ടാത്ര ഗുണമുണ്ടാകും. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞേ എടുക്കാവൂ. അല്ലെങ്കിൽ ഇതിന് പുളിയും ഇതൊന്നും ഇറങ്ങില്ല. അമ്മ പറഞ്ഞ പോലെ ഇതിങ്ങനെ പൊത്ത് വെക്കണം കേട്ടോ, എന്നാലേ എണ്ണ ഊറി ഊറി വരും. ഉള്ളി വെള്ളമില്ലാത്ത പരിപാടിയാണ്. പൂർണ്ണമായും തണുത്ത ശേഷം കഴുകി ഉണക്കിയ ക്ലീൻ ബോട്ടിലിൽ നിറക്കുക. രണ്ട് 3 ദിവസത്തിന് ശേഷം ടേസ്റ്റ് പെർഫെക്റ്റ് ആകും. പ്രോപ്പർ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ മാസങ്ങളോളം ഉപയോഗിക്കാം. കട്ടിയുള്ള മസാലയും ചെറുതായി കട്ടിയായ ടെക്സ്ചറും. ചോറിനൊപ്പം ഇതൊരു അടിപൊളി സ്വാദാണ്. നിങ്ങളും ഇത് മസ്റ്റായി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ നാടൻ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.